അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഓവർലോഡ് പ്രൊട്ടക്ടർ പ്ലസ് റിലേ. ഇതിനെ രണ്ടിനെയും കൂടെ എന്ത് ചെയ്യുക, ഒരുമിച്ച് ഒരു ബാക്കലൈറ്റിന്റെ ബോക്സിന്റെ അകത്ത് സെറ്റ് ചെയ്തിട്ടാണുള്ളത്. അതിന് നമ്മൾ എന്ത് ചെയ്യുക, ബോക്സ് ടൈപ്പ് റിലേ എന്ന് പറയും. ബോക്സ് ടൈപ്പ് റിലേ. അപ്പൊ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോക്സ് ടൈപ്പ് റിലേനെ കുറിച്ചാണ് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. ഇതിൻ്റെ അകത്ത് ഓവർലോഡ് പ്രൊട്ടക്ടറും ഉണ്ട്, അതേപോലെ തന്നെ എന്തുണ്ട്, റിലേയും ഉണ്ട്. അതായത് റിലേ സാധാരണ കംപ്രസറിനെ പ്രവർത്തിപ്പിക്കുന്നത് പോലെ തന്നെയാണ് എന്ത് ചെയ്യുക, ഇതിൻ്റെ അകത്തും വർക്ക് ചെയ്യുന്നത്. അതായത് ഇതിന്റെ പ്ലങ്കർ എന്ത് ചെയ്യുക, പ്ലങ്കറിലേക്ക് എന്ത് ചെയ്യുക, കോണ്ടാക്ട് കറണ്ട് വരുന്ന സമയത്ത് അത് മാഗ്നറ്റ് ആയിട്ട് മാറുകയും പ്ലങ്കർ മുകളിലേക്ക് അട്രാക്ട് ചെയ്യുകയും കംപ്രസറിനെ എന്ത് ചെയ്യുക, വർക്ക് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഓവർലോഡ് പ്രൊട്ടക്ടർ എന്ത് ചെയ്യുന്നത്, കംപ്രസറിന്റെ കോമൺ എന്ന് പറഞ്ഞ പോയിന്റുമായിട്ടായിരിക്കും എന്ത് ചെയ്യുക, കോണ്ടാക്ട് കൊടുത്തിട്ടുണ്ടായിരിക്കുക. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കോമൺ, സ്റ്റാർട്ടിങ്, റണ്ണിങ്, ഇങ്ങനെ 3 പോയിന്റ് ആണുള്ളത്. ഈ 3 പോയിന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുക, തിരിഞ്ഞു വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതായത് കംപ്രസർ ഏതാന്നുള്ളത് മനസ്സിലാക്കിയിട്ട് മാത്രമേ റിലേകൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ടെർമിനൽ മാറാം, ചിലപ്പോൾ ഇവിടെ കോമൺ വരാം, ഇവിടെ റണ്ണിങ് വരാം, ഇവിടെ സ്റ്റാർട്ടിങ് വരാം, ചിലപ്പോൾ ഇവിടെ റണ്ണിങ് വരാം, ഇവിടെ കോമൺ വരാം, ഇവിടെ സ്റ്റാർട്ടിങ് വരാം. ഈ രീതിയിൽ എന്ത് ചെയ്യുക, ടെർമിനൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുക, ചേഞ്ച് ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഏതാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിന് അനുയോജ്യമായുള്ള ബോക്സ് ടൈപ്പ് റിലേ മാത്രമേ എന്ത് ചെയ്യുക, ഉപയോഗിക്കാൻ വേണ്ടി പാടുള്ളൂ. ഇത് സാധാരണ പോലെ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു റിലേ ആണ്. നമ്മുടെ നോർമലായിട്ട് സെപ്പറേറ്റ് LMS ടൈപ്പ് റിലേനെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ബാക്ക് ലൈറ്റ് ബോക്സിന്റെ അകത്തും അതേപോലെ തന്നെ ഒരു ഓവർലോഡ് പ്രൊട്ടക്ടറിനെ എന്ത് ചെയ്യുക, ഈ ബാക്ക് ലൈറ്റ് കവറിനുള്ളിൽ ഒരുമിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 പോയിന്റ് മാത്രം നമ്മൾ എന്ത് ചെയ്യുക, കണക്ട് ചെയ്താൽ മതി സപ്ലൈയിലേക്ക്. L1ഉം L2 എന്ന് പറഞ്ഞ 2 പോയിന്റ് മാത്രം എന്ത് ചെയ്യുക, സപ്ലൈയിലേക്ക് കണക്ട് ചെയ്ത് സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കംപ്രസർ എന്ത് ചെയ്യുക, വർക്കിംഗ് ആവും. ഇനി എന്തെങ്കിലും കാരണവശാൽ ഈ LMS ടൈപ്പ് അല്ലെങ്കിൽ ബോക്സ് ടൈപ്പ് റിലേ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് വർക്ക് ആകുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു, ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന ഈ ഒരു ഹീറ്റിംഗ് കോയിൽ എന്ത് സംഭവിക്കുന്നു, ചൂടാകുകയും ബൈമെറ്റൽ സ്ട്രിപ്പിനെ എന്ത് ചെയ്യുക, വളയ്ക്കുകയും കോണ്ടാക്റ്റിനെ വിച്ഛേദിക്കുകയും ചെയ്യും. അങ്ങനെ കോണ്ടാക്റ്റിനെ വിച്ഛേദിച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, കംപ്രസർ ടോട്ടലി എന്ത് ചെയ്യുക, ഓഫ് ആയി പോവുകയും ചെയ്യും. യാതൊരു കാരണവശാലും കംപ്രസറിന്റെ വൈൻഡിങ് എന്ത് ചെയ്യുക, കരിഞ്ഞു പോകാൻ ഇടവരുത്തത്തില്ല. ഇനി എന്തെങ്കിലും കാരണവശാൽ 230 വോൾട്ടിനെ കഴിഞ്ഞ് 10% കൂടിയാലോ, ആ 10% കൂടിയാലും കംപ്രസർ എന്ത് ചെയ്യുക, വർക്ക് ചെയ്യും. പക്ഷെ അതിനെ കഴിഞ്ഞും 10% കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, കംപ്രസറിന്റെ വൈൻഡിങ് കത്തിപ്പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഈ ഹീറ്റിംഗ് കോയിൽ ചൂടാകുകയും ബൈമെറ്റലിനെ എന്ത് ചെയ്യുക, വളച്ചു കളയുകയാണ് ചെയ്യുന്നത്. സാധാരണ റിലേയുടെ ഓവർലോഡ് പ്രൊട്ടക്ടറിന്റെയും പ്രവർത്തനം എന്താണോ അത് തന്നെയാണ് ഈ ബോക്സ് ടൈപ്പ് റിലേക്കകത്തും ഉള്ളത്. ഇനി വേറെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 പോയിന്റ് എന്ത് ചെയ്യുക, നമ്മൾ കംപ്രസറുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ഈ ടോപ്പ് എന്ന് പറഞ്ഞ പൊസിഷൻ എപ്പോഴും എന്ത് ചെയ്യുക, മുകളിലായിരിക്കണം വരേണ്ടത്. അതേപോലെ തന്നെ ഇത് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഒരു ക്ലിപ്പ് ഇട്ടിട്ട് വേണം എന്ത് ചെയ്യുക, ടൈറ്റ് ചെയ്യാൻ വേണ്ടി. കംപ്രസർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെറിയ രീതിയിലുള്ള വൈബ്രേഷൻ ഉണ്ട്. വൈബ്രേഷൻ കാരണം ഈ 3 പോയിന്റിൽ നിന്ന് ഈ ബോക്സ് ടൈപ്പ് റിലേ എന്ത് ചെയ്യുക, ഊരിപ്പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ ആ ഈ ബാക്ക് ലൈറ്റ് കവറിന്റെ പുറത്തോടെ എന്ത് ചെയ്യുക, ഒരു ക്ലിപ്പ് ഇട്ടിട്ട് എന്ത് ചെയ്യുക, കംപ്രസറുമായിട്ട് ഇതിനെ അറ്റാച്ച് ചെയ്ത് വെക്കുന്നു. അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കംപ്രസർ ടെർമിനൽ സീക്വൻസിനെ കുറിച്ചാണ്. കംപ്രസർ ടെർമിനൽ സീക്വൻസ് എന്ന് പറയുമ്പോൾ ഈ പോയിന്റുകളുടെ അറേഞ്ച്മെന്റ്സിൽ ഉണ്ടാകുന്ന വ്യത്യാസം എങ്ങനെയാണ്, ഇതിൻ്റെ അകത്ത് എന്താണ് കാര്യങ്ങൾ എന്നുള്ളതിനെ പറ്റിയിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ എന്ത് ചെയ്യുക, പരിചയപ്പെടാൻ പോകുന്നത്. അതായത് ഒരു കംപ്രസറിന് 3 ടെർമിനൽസ് ആണ് ഉണ്ടാവുക, സ്റ്റാർട്ടിങ്, റണ്ണിങ്, കോമൺ. അല്ലെങ്കിൽ അതേപോലെ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത് കോമൺ, സ്റ്റാർട്ടിങ്, റണ്ണിങ്. ഈ രീതിയിലായിരിക്കും എന്ത് ചെയ്യുക, അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. വിദേശ നിർമ്മിത സിസ്റ്റത്തിലും ഇന്ത്യൻ നിർമ്മിത സിസ്റ്റത്തിലും ഈ ഒരു രീതിയിലായിരിക്കും എന്ത് ചെയ്യുക, അറേഞ്ച്മെന്റ്സ് ഉണ്ടായിരിക്കും. വിദേശ നിർമ്മിത സിസ്റ്റത്തിന്റെ അത് ഈ രീതിയിലും ഇന്ത്യൻ നിർമ്മിത സിസ്റ്റത്തിൽ ഈ രീതിയിലും ആയിരിക്കും എന്ത് ചെയ്യുക, ഉണ്ടായിരിക്കുക. ഫിഗർ എയിൽ എന്ത് ചെയ്യുക, സ്റ്റാർട്ടിങ് താഴെയും കോമൺ സ്റ്റാർട്ടിങ് ഏകദേശം ലെവലിലും റണ്ണിങ് എന്ത് ചെയ്യുക, മുകളിലുമാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന റിലേക്കൊക്കെ എന്ത് ചെയ്യുക, വ്യത്യാസം സംഭവിക്കും. നമ്മൾ നേരത്തെ പരിചയപ്പെട്ട പ്രകാരം റിലേ വെക്കുമ്പോൾ ടോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പൊസിഷൻ റിലേക്ക് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഒരു കേസിൽ എന്ത് ചെയ്യുക, അതിൽ ചെറിയൊരു മാറ്റം സംഭവിക്കുന്നുണ്ട്. ആ രീതിയിലുള്ള അറേഞ്ച്മെന്റ്സ് ഉള്ള റിലേ മാത്രമേ ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യുക, ഉപയോഗിക്കാൻ വേണ്ടി പാടുള്ളൂ. അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് വൈൻഡിങ്ങിൽ കയറേണ്ട കറണ്ട് കോമണിലൂടെയും കോമണിൽ കയറേണ്ട കറണ്ട് റണ്ണിങ്ങിലൂടെ ഒക്കെ എന്ത് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്ത് ചെയ്യുക, മാറിപ്പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പൊ ഇതിന് കണക്കാക്കിയിട്ടുള്ള റിലേ മാത്രമേ എന്ത് ചെയ്യുക, ഉപയോഗിക്കാൻ വേണ്ടി പാടുള്ളൂ. അതേപോലെ തന്നെ
ഫിഗർ ബി എന്ന് പറഞ്ഞ പോർഷനിൽ നമ്മളിവിടെ പറഞ്ഞ പോലെ 3 ടെർമിനൽസ് സ്റ്റാർട്ടിങ് റണ്ണിങ് കോമൺ ഈ രീതിയിൽ വരുന്ന റിലേസ് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. പിന്നെ എപ്പോഴും റിലേയുടെ ടോപ്പ് എന്ന് പറഞ്ഞ പൊസിഷൻ എപ്പോഴും എന്ത് ചെയ്യുക, മുകളിലേക്ക് നിൽക്കുന്ന രീതിയിൽ മാത്രമേ അറേഞ്ച് ചെയ്യാനും പാടുള്ളൂ. റിലേ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയാൽ കംപ്രസർ എന്ത് ചെയ്യുക, ഡാമേജ് ആയി പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഈ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് കോമണിൽ നിന്ന് റണ്ണിങ്ങിലേക്കും കൊടുത്തിരിക്കുന്നത് വൈൻഡിങ് ആണ്. കോപ്പറിന്റെ വയർ ഉപയോഗിച്ചിട്ടുള്ള വൈൻഡിങ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി സ്റ്റാർട്ടിങ്ങിൽ നിന്ന് കോമണിലേക്ക് കൊടുക്കുന്ന വൈൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ ആണ്, വണ്ണം കുറവാണ്, അതേപോലെ തന്നെ നീളം കൂടി റെസിസ്റ്റൻസ് കൂടിയ വയറായിരിക്കും എന്ത് ചെയ്യുക, സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തിട്ടുണ്ടായിരിക്കുക. ഇനി അതേപോലെ തന്നെ കോമണിൽ നിന്ന് റണ്ണിങ്ങിലേക്ക് കൊടുക്കുമ്പോൾ വണ്ണം കൂടി നീളം കുറഞ്ഞ റെസിസ്റ്റൻസ് കുറഞ്ഞ വയറായിരിക്കും എന്ത് ചെയ്യുക, റണ്ണിങ്ങിൽ നിന്ന് കോമണിലേക്കും കൊടുക്കുന്നത്. ഈ ഒരു വ്യത്യാസം മാത്രമാണ് സ്റ്റാർട്ടിങ് വൈൻഡിങ് റണ്ണിങ് വൈൻഡിങ് തമ്മിലുള്ളത്. ഇനി സ്റ്റാർട്ടിങ് വൈൻഡിങ് ഉപയോഗിക്കുന്നത് എന്തിനാണ്, കംപ്രസറിനെ സ്റ്റാർട്ട് ആക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ റണ്ണിങ്ങിലും കോമണിലാണ് എന്ത് ചെയ്യുക, കംപ്രസർ കൂടുതൽ സമയവും വർക്ക് ആവുന്നത്. ഈ കോമൺ എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, ഓവർലോഡ് പ്രൊട്ടക്ടറിനെ കണക്ട് ചെയ്യുന്നത്. ഓവർലോഡ് പ്രൊട്ടക്ടറിനെ കണക്ട് ചെയ്യുന്നത് വേറൊന്നിനുമല്ല, നേരത്തെ പറഞ്ഞ പ്രകാരം തന്നെ എന്തെങ്കിലും കറണ്ട് വോൾട്ടേജ് വേരിയേഷൻ വരികയോ ഇനി ബ്ലോക്കേജ് വരികയോ അങ്ങനത്തെ എന്തെങ്കിലും കേസ് വന്നിട്ട് കംപ്രസറിന് ലോഡ് കൂടി കത്തിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, കോമൺ എന്ന് പറഞ്ഞ പോയിന്റ് നമ്മൾ എന്ത് ചെയ്യുക, ഓവർലോഡ് പ്രൊട്ടക്ടറിനെ കണക്ട് ചെയ്ത് കൊടുക്കുന്നത്.